എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിലൊന്നാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. പരമ്പര തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടാൻ ഈ സീരിയലിന് കഴിഞ്ഞിട്ടുണ്ട്. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിനോടകം തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. ഈ പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രം അളകനന്ദയാണ്. മാൻസി ജോഷിയാണ് നന്ദയായി അഭിനയിക്കുന്നത്. സ്ഥിരമായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തത നിറഞ്ഞ നായിക കഥാപാത്രമായിരുന്നു ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ അളകനന്ദ. കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന നന്ദയെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. താരത്തിന്റെ ആദ്യ മലയാള പരമ്പര കൂടിയായിരുന്നു ഇത്. ലക്ഷ്മി പ്രിയയായിരുന്നു പരമ്പരയിലെ നന്ദ എന്ന കഥാപാത്രം ആദ്യം അവതരിപ്പിച്ചത്. ശേഷം പകരക്കാരിയായി എത്തി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു മാൻസി. ഗൗതമും നന്ദയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ജോഡികളാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ മാൻസി പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. കരിയറിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട്. നിമിഷനേരം കൊണ്ടാണ് താരത്തിന്റെ വിശേഷങ്ങൾ വൈറലായി മാറാറുള്ളത്. ഇപ്പോഴിതാ നന്ദ വിവാഹിതയായി എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. യൂട്യൂബ് ചാനലിലൂടെയായി വിവാഹ വിശേഷങ്ങൾ മാൻസി ലൈവായി കാണിച്ചിരുന്നു. ഫെബ്രുവരി 16-നാണ് വിവാഹമെന്ന് നേരത്തെ താരം വ്യക്തമാക്കിയിരുന്നു. പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ആരാധകരെല്ലാം കമന്റുകളിലൂടെയായി ആശംസയും സ്നേഹവും അറിയിച്ചിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് മാൻസി വിവാഹം ചെയ്തത്. എഞ്ചിനീയറാണ് രാഘവ്. സോഷ്യൽ മീഡിയയോ ക്യാമറയോ ഒന്നും അത്ര പരിചയമല്ല അദ്ദേഹത്തിന്. എന്നാലും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടീവാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ അദ്ദേഹവും നമുക്കൊപ്പം ഉണ്ടാകും എന്നും മാൻസി പറഞ്ഞിരുന്നു. ഇടയ്ക്ക് രാഘവിനൊപ്പമുള്ള Q&A വീഡിയോയും പങ്കുവച്ചിരുന്നു. വിവാഹം തീരുമാനിച്ചതു മുതൽ സേവ് ദ ഡേറ്റ് വീഡിയോയും പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ ഞാൻ എന്നും സേഫ് ആണ്. ഫെബ്രുവരി 11-ന് പ്രോമിസ് ഡേ ആണ്. ഇനി 5 ദിവസം കൂടിയേ ഉള്ളൂ വിവാഹത്തിന്. ഇനിയെന്നും നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്ന് വാക്ക് തരുന്നു എന്നുമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മാൻസി കുറിച്ചത്. ബ്രൈഡ് ടു ബി സെലിബ്രേഷന്റെ വീഡിയോയും താരം പങ്കുവച്ചിരുന്നു. ചടങ്ങ് കളറാക്കാനായി എത്തിയ കൂട്ടുകാരോടും നടി നന്ദി പറഞ്ഞിരുന്നു. കുട്ടിക്കാലം മുതലേ സിനിമയും സീരിയലും ഇഷ്ടമായിരുന്നു മാൻസിക്ക്. ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വരുമെന്ന് അറിയില്ലായിരുന്നു. മോഡലിംഗ് ചെയ്തതോടെയായിരുന്നു അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. അഭിനയം അറിയില്ല, എന്താണ് ചെയ്യുന്നതെന്നുള്ള വിമർശനങ്ങളോടായിരുന്നു തുടക്കത്തിൽ നേരിട്ടത്. സ്വയം ഇംപ്രൂവായി മുന്നേറുകയായിരുന്നു മാൻസി. അതോടെയാണ് അവസരങ്ങളും കൂടുതലായി ലഭിച്ചു തുടങ്ങിയത്. അന്യഭാഷാ താരങ്ങളെയും കൈനീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. പകരക്കാരിയായി മാൻസി എത്തിയപ്പോഴും മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചത്. പുതിയ നന്ദ കൊള്ളാമെന്നായിരുന്നു വിലയിരുത്തലുകൾ. ഗൗതമുമായി മികച്ച കെമിസ്ട്രിയാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിർണായകമായ വഴിത്തിരിവുമായി മുന്നേറുകയാണ് പരമ്പര. അതിനിടയിലാണ് നന്ദയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സിംഗിൾ ലൈഫിൽ നിന്നും മാരീഡിലേക്ക് മാറിയിരിക്കുകയാണ് മാൻസി. രാഘവ് പ്രപ്പോസ് ചെയ്യുന്നതിനായി കാത്തിരുന്നതും പിറന്നാളിന് ഇഷ്ടം അറിയിച്ചതും മോതിരം അണിയിച്ചതിനെ കുറിച്ചുമെല്ലാം നേരത്തെ താരം വാചാലയായിരുന്നു. വിവാഹശേഷം അഭിനയത്തോട് ബൈ പറഞ്ഞു പോകുമോ എന്ന ചോദ്യങ്ങളുമായാണ് ആരാധകർ എത്തിയിരുന്നത്. ഭാവി പരിപാടികളെക്കുറിച്ചും താരം പ്രത്യേകമായൊന്നും പറഞ്ഞിട്ടില്ല.